VS മുൻ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ എ സുരേഷ് ടെലിഫോണിലുണ്ട്. ശ്രീ സുരേഷ്, നാളേക്ക് VS പോയിട്ട് ഒരു വർഷമാവുകയാണ്. പത്രത്തിന്റെ വാരാന്ത പതിപ്പ് VSന്റെ അനുസ്മരണം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാരാന്ത പതിപ്പ് ഒഴിവാക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ നൽകുന്നത്. അതിൽ സാങ്കേതിക കാരണങ്ങളാണ് പത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ലേഖനം, ഒരു പുല്ലാമ്പാറ നാടക ഗ്രാമത്തിലെ വിജയൻ എന്ന ആളെക്കുറിച്ചുള്ള ലേഖനം, അതിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടുകൂടി ഒരു ലേഖനം തയ്യാറാവുകയും വന്നു. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് വാരാന്ത്യ പതിപ്പേ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. ഇത് വിശ്വസനീയമായ ഒരു കാര്യമാണോ സുരേഷ്? ഒട്ടും വിശ്വസനീയമായ കാര്യമല്ല. നാളെ അല്ല, മറ്റന്നാൾ 21-ാം തീയതിയാണ് VS നമ്മെ വിട്ടുപോയിട്ട് ഒരു വർഷം തികയുന്ന ദിവസം. സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കേണ്ടത് VSന്റെ ഓർമ്മകളെ പോലും, VSന്റെ അനുസ്മരണത്തെ പോലും ഭയക്കുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അധപ്പതിച്ചിരിക്കുന്നു. നമുക്കറിയാം, വാരാന്ത്യ പതിപ്പ് തയ്യാറാക്കുന്നത് ഇന്നലെ അല്ല, 2-3 ദിവസം മുമ്പ് എഡിറ്റോറിയൽ കൂടി വാരാന്ത്യ പതിപ്പിൽ എന്തൊക്കെയാണ് വരേണ്ടതിനെ കുറിച്ച് വളരെ ഉന്നതമായിട്ടുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് വാരാന്ത്യ പതിപ്പ് തയ്യാറാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തയ്യാറാക്കപ്പെട്ട KV സുധാകരൻ, സഖാവ് KV സുധാകരനാണ് അത് ആ ലേഖനം എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലേഖനം ഒഴിവാക്കപ്പെട്ടത് തികച്ചും VSന്റെ അനുസ്മരണത്തെയും VSന്റെ ഓർമ്മയെയും ഭയക്കുന്ന പാർട്ടിയായി CPM, ദേശാഭിമാനിയും CPM മാറിയിരിക്കുന്നു. പക്ഷേ കള്ളൻ വിജയൻ എന്നൊരു തലക്കെട്ടോടു കൂടി മറ്റൊരു ലേഖനം അതിന്റെ കൂടെ വരുന്നത് വേറൊരു വിഷയമാണെങ്കിൽ കൂടി ഒരു ചർച്ചയുണ്ടാക്കില്ലേ? അത് ആ തലക്കെട്ടോട് കൂടി എങ്ങനെ പോയി എന്നുള്ളതും പരിശോധിക്കേണ്ടല്ലേ? അല്ല, അത് നമുക്കറിയാം, സാങ്കേതികമായിട്ടോ സ്മൃതിക്കറിയാം. അതായത് ആ ലേഖനം ഒരു പക്ഷെ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നെങ്കിൽ ആ ലേഖനം ഒഴിവാക്കി VSന്റെ അനുസ്മരണം പ്രസിദ്ധീകരിക്കുന്നില്ല, എന്താ തെറ്റ്? ലേഖനം ഒരു ചെറിയ ലേഖനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ലേഖനം ശരി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയാൽ ആ ലേഖനം ഒഴിവാക്കിക്കൊണ്ട് VSന്റെ അനുസ്മരണം അല്ലെങ്കിൽ VSന്റെ അനുസ്മരണ കുറിപ്പ് പ്രസിദ്ധീകരിക്കുന്ന എന്താ കുഴപ്പം? വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന തലക്കെട്ടും വേണമെങ്കിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഇപ്പോൾ പാർട്ടിക്കകത്ത് ഒരു കടലിരമ്പം ഉണ്ടല്ലോ നേതൃത്വത്തിനെതിരെ. തീർച്ചയായിട്ടും KV സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു VSനെ നന്നായി അറിയുന്ന, ഞങ്ങളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ VSന്റെ പ്രസ് സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ട KV സുധാകരൻ, അദ്ദേഹം ഇവരുടെ സൈബർ ടീമിലുണ്ടായിരുന്നു. ഇലക്ഷൻ സമയത്ത് സൈബർ ടീമിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സത്യസന്ധനായിട്ടൊരു എഴുത്തുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തെ ഭയക്കുന്നു അല്ലെങ്കിൽ VSന്റെ അനുസ്മരണത്തെ ഭയക്കുന്നു. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിപ്പോ ഈ വാരാന്ത്യ പതിപ്പ് ഒഴിവാക്കി നാളെയോ മറ്റന്നാളോ ലേഖനം വരാനുള്ള സാധ്യതയും കണ്ടുകൂടെ? നമുക്ക് വിവാദമായ സ്ഥിതിക്ക് 21-ാം തീയതി പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് വേറൊരു അനുസ്മരണ കുറിപ്പിൽ മാറ്റങ്ങളൊക്കെ വരുത്തി പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. ശ്രീ സുരേഷ്, ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ VSന്റെ ഒരു അനുസ്മരണ ലേഖനം എന്നത് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന് ഓർമ്മകൾ ഇരമ്പുന്ന ഇടത്ത് അദ്ദേഹത്തിന് ഒരു വലിയ കുടീരം നിർമ്മിക്കാനുള്ള ആലോചന, അതിനെതിരെ CPI വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടല്ലോ. അതിൽ അദ്ദേഹത്തിന്റെ മകനൊരു വിഷമം പറയുകയും ചെയ്തു. തീർച്ചയായും ഞാനത് കണ്ടു. പക്ഷെ VS മരണപ്പെട്ട് ഒരു വർഷം തികയാണ് മറ്റന്നാൾ. വളരെ ധൃതി പിടിച്ചിട്ടാണ് ആ സ്മാരകം നിർമ്മിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടി അവധാനത്തോടുകൂടി 6 മാസം മുമ്പ് തുടങ്ങി വളരെ വൃത്തിയായി VSന് അർഹതപ്പെട്ടൊരു സ്മാരകം ഉണ്ടാവണമെന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുകയാണ്. അല്ല, അവിടെ തന്നെ ആ സ്മാരകം വേണമെന്നുണ്ടോ? അവിടെ സ്മാരകങ്ങൾ പണിയേണ്ടതില്ല എന്നൊരു തീരുമാനം മുൻപ് CPM എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടുപേർക്ക് അവകാശപ്പെട്ടതാണ് ഭൂമി. എന്റെ മനസ്സിലാക്കൽ, എന്റെ തോന്നൽ ശരിയാണെങ്കിൽ VSന്റെ പേരിലാണ് ആദ്യം ഭൂമി അവിടെ വാങ്ങിയത്. അവിടെ ഒരു സ്മാരകവും വേണ്ടെന്നാണ് നേരത്തെ പാർട്ടികൾ തീരുമാനിച്ചതെങ്കിലും VSന്റെ സ്മാരകം വേണമെന്ന് VSനെ സ്നേഹിക്കുന്ന ആലപ്പുഴയിലെ ആളുകൾ വിശ്വസിച്ചു. അതുകൊണ്ട് അവിടെ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് CPI ഉറപ്പ് പറഞ്ഞത്. ശരി, വളരെ നന്ദി സുരേഷ്. ഇപ്പോൾ യാദൃശ്ചികമല്ല ലേഖനം പ്രസിദ്ധീകരിക്കാത്തത് എന്നാണ് സുരേഷ് അഭിപ്രായപ്പെടുന്നത്. വിവാദമായ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ലേഖനം പ്രസിദ്ധീകരിച്ചേക്കാമെന്നുള്ളതാണ്. 2 തലക്കെട്ടുകളിൽ വന്ന ലേഖനം അത് തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്നതിൻ്റെ പേരിലാണ് ഇന്ന് വാരാന്ത്യ പതിപ്പ് തന്നെ ഒഴിവാക്കിയത് എന്നുള്ള വിശദീകരണമാണ് പാർട്ടി മുഖപത്രത്തിൽ നിന്നും വരുന്നത്. പക്ഷേ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ കാണാം.